ഇവിടെ വാ. കേറിക്കോ. ഇതിലോ? ആ അല്ലാതെ എന്തേ കേറ്. അല്ല ഏ? അമ്മ. അമ്മയുടെ ഒക്കെ നമുക്ക് ഫോൺ വിളിച്ച് സമ്മതം വാങ്ങിക്കാം. താ കേറ് വാ. എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല. വരുന്നോ ഇല്ലയോ? പോണോ വേണ്ടേ? ഒറ്റ ഉത്തരം. പോണോ വേണ്ടേ? ഇപ്പൊ പോയിട്ട് ഇപ്പോ പോയിട്ടെന്താ? നമുക്ക് നേരം പുലരുന്നവരെ പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ് എവിടെയെങ്കിലൊക്കെ പോയി കുറേ അധികം നേരം കൂടെ ഇരിക്കാം. കുറേ നാൾ എൻ്റെ കൊച്ചു ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ. അപ്പൊ ഇനിയുള്ള സമയത്തെങ്കിലും പരസ്പരം സ്നേഹിച്ച് നമുക്ക് അല്പനേരം എവിടെയെങ്കിലൊക്കെ ഇരിക്കാം. ഇരുന്നിട്ടോ? ഇരുന്നിട്ട് എന്താ? കൊതി ഇരുന്നേരം നമുക്ക് സംസാരിച്ചിരിക്കാം. സംസാരിച്ചിട്ടോ? സംസാരിച്ചിട്ട് പെണ്ണെ ഒരുമാതിരി എന്നെ പട്ടുപിടിപ്പിക്കല്ലേ. സംസാരിച്ചിട്ട് എന്താന്ന് ചോദിച്ചാ നമുക്ക് അങ്ങ് പ്രേമിക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. വരുന്നെങ്കിൽ വാ. എനിക്ക് ഈ കാര്യത്തിൽ വലിയ പരിചയമൊന്നുമില്ല. പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല. കോളേജിലൊക്കെ പോയിരുന്നെങ്കിൽ ഞാനും നന്നായിട്ട് അങ്ങ് പ്രണയിച്ചേനെ. ഇനിയിപ്പോ എന്താ ചെയ്യേ? ഇപ്പൊ നമുക്ക് ഉള്ളതുകൊണ്ട് ഓണാക്കിയാ പോരെ. ഹൈ, അത് കണ്ട. നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് പ്രകൃതി തന്നെ നമുക്ക് പ്രണയിക്കാനുള്ള ചമയക്കൂട്ടൊരുക്കിയിരിക്കുന്നുണ്ട. നല്ല രസമുള്ള കാഴ്ച അല്ലേ? അല്ല, അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പൊ എന്റെ മുന്നിൽ നിക്കണേ. ഈ നിലാവിന്റെ പ്രഭയിലെ ശരിക്കും എന്റെ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയാ. എന്റെ വിഷ്ണുട്ടൻ തന്നെയാണ് ഈ പറയുന്നത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനിയുണ്ട് മനസ്സിൽ സൂക്ഷിച്ചൊരു അടിപൊളി ഡയലോഗ്. തന്നെ പ്രണയിച്ച് നടന്നിരുന്ന കാലത്തെ പറയാൻ പറ്റാതെ അങ്ങനെ മനസ്സിലാട്ടക്കി ഒതുക്കി കൊണ്ടു കിടന്നിരുന്ന ഡയലോഗ് ഏതാന്നറിയോ? നമ്മുടെ ലാലേട്ടന്റെ പഴയ ഒരു സിനിമയിലെ ഡയലോഗ്. തനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു ഡയലോഗ്. എന്തുകൊണ്ടും ഇപ്പൊ അതിവിടെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം.